السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമ തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ ഏകദേശം അടുത്ത് കഴിഞ്ഞു. റമദാനിന് മുമ്പുള്ള അവസാനത്തെ ക്ലാസ്സാണിത്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാനിന് ശേഷം ഉണ്ടാവുള്ളൂ. ഇല്ല, റമദാനിന് ശേഷമായിരിക്കും. ഇനി റമദാനിലൊരു ക്ലാസ് ഇവിടെ ഉണ്ടാവും, നോമ്പിന് ഒരു ക്ലാസ് ഇവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. മനസ്സിലാവും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നോമ്പുമായും റമദാനുമായും അതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട ചില സമയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലുകളാണെങ്കിലും, ഏത് പ്രവർത്തനങ്ങൾ, ഇനി സംസാരങ്ങൾ, ചിന്തകൾ, ഇങ്ങനെ ഏത് കാര്യങ്ങളാണെങ്കിലും അല്ലാഹു തആല അത് കൃത്യമായി രേഖപ്പെടുത്താൻ ചില ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതെ നമ്മളെ തന്നെ നാളെ പരലോകത്ത് അത് ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് ഈ റെക്കോർഡുകൾ അല്ലാഹു തആല തയ്യാറാക്കി വെക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ആ ഭാഗം കൃത്യമായി പല ഇടങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ പരലോക വിഷയത്തെപ്പറ്റി നമ്മൾ ഏതെങ്കിലും തരത്തിൽ അത് നമ്മുടെ മനസ്സിൽ അത് ശക്തമായിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാകൂല എന്നൊരു തോന്നലുണ്ട് എങ്കിൽ അല്ലാഹു അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് പറയുന്നത്, കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, പരലോക വിഷയത്തിൽ പ്രതിഫലം നൽകപ്പെടും എന്ന വിഷയത്തെപ്പറ്റി നിങ്ങൾ കളവാക്കുന്നുണ്ടോ, എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ എങ്കിൽ മനസ്സിലാക്കണം, അങ്ങനെ വേണ്ട. വ ഇന്ന അലൈക്കും ലഹാഫിദീൻ, നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരുണ്ട്. അവർ കിറാമൻ കാത്തിബീൻ, ഉത്കൃഷ്ടരായ എഴുത്തുകാരാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതെന്തും അവർ അറിയുന്നുണ്ട്. അപ്പം നമ്മളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അത് രേഖപ്പെടുത്തി വെക്കാൻ ചില ആളുകളെ അല്ലാഹു തആല ചുമതലപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് തന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകൂല. ഇന്നിപ്പോൾ രാവിലെ മുതൽ നമ്മൾ ചെയ്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമ്മളോട് ആരെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, അല്ലേ? അങ്ങനെ ഉണ്ടായില്ല, ഓർമ്മയുണ്ട് എന്നങ്ങനെ പറയും നമ്മൾ. എന്നാൽ നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മൾ ചെയ്തു വന്ന, അല്ലെങ്കിൽ നമ്മളുടെ വകതിരിവിൻ്റെ കാലം മുതൽ നമ്മൾ ചെയ്തു വന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞാലോ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. അല്ലാഹു തആല പറയുന്നുണ്ട്, വവുദിഅൽ കിതാബു, കിതാബ് വെക്കപ്പെടും, ഇത് എഴുതിയ രേഖകൾ വെക്കപ്പെടും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, ആ കിതാബിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഭയവിഹ്വലരായിക്കൊണ്ട് കുറ്റവാളികൾ അവർ നോക്കുന്നതാണ്. വയഖൂലൂന, അവർ പറയും, യാ വൈലത്തന, എന്തൊരു നാശം ഇത്, മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഈ കിതാബിൽ ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നും ഒഴിവായിട്ടില്ല, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്.
ഒരു കാര്യം അള്ളാൻ്റെ കിതാബിൽ നിന്ന് ഒഴിവായി പോകുമല്ലോ നാളെ പരലോകത്ത്. അപ്പം ഞാൻ ചെയ്ത 10 കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത ഒരു കാര്യം ഇന്ന് ഒരാൾ എന്നോട് പറയാണ്, തെളിവ് സഹിതം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ആ സമയത്ത് നമ്മളുടെ വകതിരിവ് മുതൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ജനനം മുതൽ രേഖപ്പെടുത്തിയ പോയിന്റ് ടു പോയിന്റ് ഓരോന്നും അള്ളാഹു ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാനിരിക്കുന്ന പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അമലുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന 4 സന്ദർഭങ്ങളുണ്ട്. ആ 4 സന്ദർഭങ്ങളെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് ബോധമുള്ളവരായിരിക്കണം. അതിൽ ഒന്നാമത്തെ സന്ദർഭം, എല്ലാ ദിവസവും അസ്റിൻ്റെ സമയത്തും ഫജ്റിൻ്റെ സമയത്തും നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയും അള്ളാഹു തആല തീരുമാനിക്കുന്ന ആളുകൾക്ക് അവിടെ മഗ്ഫിറത്ത് കൊടുക്കുകയും ചെയ്യും. എല്ലാ ദിവസവും അസ്റിൻ്റെ സമയത്തും ഫജ്റിൻ്റെ സമയത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു, യതആകബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. രാത്രിയിലുള്ള മലക്കുകളും പകലിലുള്ള മലക്കുകളും അവർ ഇങ്ങനെ തുടരെ വന്ന് പോയിക്കൊണ്ടേയിരിക്കും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ സ്വലാത്തിൽ ഫജ്ർ. അസ്ർ നിസ്കാരത്തിനും ഫജ്ർ നിസ്കാരത്തിനും ആ 2 മലക്കുകളും ഒരുമിച്ച് കൂടും, 2 കൂട്ടം ആളുകളും. അപ്പം അസറിൻ്റെ സമയത്ത് വന്നിറങ്ങുന്ന മലക്കുകൾ, ആ വന്നിറങ്ങുന്ന മലക്കുകൾ അസറിൻ്റെ സമയത്ത് കയറിപ്പോകുന്ന മലക്കുകളും തമ്മിൽ ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടിയിട്ട് അവർ പരസ്പരം സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് കയറിപ്പോകുന്ന മലക്കുകളോട് അല്ലാഹു തആല ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകൾ നിങ്ങൾ വരുമ്പോൾ ഏതൊരവസ്ഥയിലായിരുന്നു? അപ്പോൾ അള്ളാഹുവിനോട് മലക്കുകൾ പറയും, അടിമകൾ ഇന്ന അവസ്ഥയിലായിരുന്നു, ഇന്ന വ്യക്തി ഇന്ന അവസ്ഥയിലായിരുന്നു. അവൻ അസ്ർ നിസ്കരിച്ചിട്ടിരിക്കുകയാണ്, ഞാൻ വരുമ്പോൾ അസ്ർ നിസ്കരിച്ചിരിക്കുകയാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഫജറിൻ്റെ സമയത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ പറയും, ഞങ്ങൾ ഫജറിന് അവിടുന്ന് പോരുമ്പോൾ അവർ ഫജർ നമസ്കരിച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. കിടന്നുറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അള്ളാഹുവിനോട് പറയും, അവൻ ആ സമയത്ത് കിടന്നുറങ്ങുകയായിരുന്നു. തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അവൻ ഇന്ന തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു തആല പറയും. അപ്പം ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കും, അവർ ആ സമയത്ത് എന്താണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ മലക്കുകൾ പറയും, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്താണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അല്ലാഹു തആല പറയും, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അള്ളാഹു നമുക്ക് ഡെയിലി ചെയ്തു തരുന്ന, മഗ്ഫിറത്ത് ചെയ്തു തരുന്ന 2 സമയങ്ങളാണത്. അതുകൊണ്ട് തന്നെ അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് നിർവഹിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ അംസൈന വ അംസൽ മുൽക്കുലില്ല, അള്ളാഹുവേ ഞങ്ങൾ വൈകുന്നേരമായി, സന്ധ്യയായി, അധികാരം മുഴുവനും നിനക്കാണ്. വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏകനായ അള്ളാഹു, അവന് യാതൊരു പങ്കുകാരനില്ല, അവനാണ് സർവസ്തുതിയും, അവനാണ് അധികാരം, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് പിന്നെ അതിനോട് ചേർന്ന് വരുന്ന പ്രാർത്ഥന ഇതാണ്, അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈലത്തി, അള്ളാഹുവേ നിന്നോട് ഈ രാത്രിയുടെ നന്മയെ ചോദിക്കുന്നു, വ ഖൈറ മാ ബഅദഹ, ഈ രാത്രിക്ക് ശേഷമുള്ളതിൻ്റെ നന്മയെയും, വ അഊദു ബിക മിൻ ശർരി മിൻ ഫി ഹാദിഹി ലൈലത്തി, ഈ രാത്രിയുടെ തിന്മയെ തൊട്ട് കാവൽ തേടുന്നു, ഈ രാത്രിക്ക് ശേഷമുണ്ടാകുന്ന തിന്മയെ തൊട്ടും ഞങ്ങൾ കാവൽ തേടുന്നു. വ അഊദു ബിക മിനൽ കസ്ലി, മടി പിടിച്ചിരിക്കുന്നതിനെ തൊട്ട്, വ സൂഇൽ കിബിരി, മോശമായ അഹങ്കാരങ്ങൾ വന്ന് പെടുന്നതിനെ തൊട്ട്, വ അഊദു ബിക മിൻ അദാബിന്നാർ, നരകശിക്ഷയെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. ഇത് ആ സമയത്ത് നടത്താൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. കാരണം ആ സമയത്ത്
പുതിയ മലക്കുകൾ, അതായത് അസറ മുതൽ സുബഹി വരെയുള്ള ഉത്തരവാദിത്തമുള്ള മലക്കുകൾ അവരുടെ ഡ്യൂട്ടി ആരംഭിക്കുന്ന സമയമാണത്. സുബഹിയുടെ സമയത്ത് നടത്താൻ പറഞ്ഞ പ്രാർത്ഥനയും ഇത് തന്നെയാണ്. അവിടെ അംസൈന വ അംസൽ മുൽക്കുലില്ല എന്നതിന് പകരം അസ്ബഹിന വ അസ്ബഹൽ മുൽക്കുലില്ല എന്ന് മാത്രമേ ഉള്ളൂ മാറ്റം. ബാക്കിയൊക്കെ ഒരേ പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു സമയം അതാണ് നമ്മൾ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ 2 ജമാഅത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അസറിൻ്റെ ജമാഅത്തിനും ഫജ്റിൻ്റെ ജമാഅത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ സമയം എല്ലാ വ്യാഴാഴ്ചകളിലും എല്ലാ തിങ്കളാഴ്ചകളിലുമാണ്. നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയും അള്ളാഹു അതിന് നമുക്ക് മഗ്ഫിറത്ത് തരികയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ, എല്ലാ ആളുകൾക്കും അല്ലാഹു തആല അന്ന് പുറത്തു കൊടുക്കും, മഗ്ഫിറത്ത് കൊടുക്കും. എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കും. മഗ്ഫിറത്ത് ചോദിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കും. പക്ഷേ 2 ആളുകളെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാഹ് മഗ്ഫിറത്ത് ചോദിച്ചാലും മഗ്ഫിറത്ത് കൊടുക്കാത്ത 2 ടീമുകളുണ്ട്. ഒന്ന്, ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ ജീവിക്കുന്നവർക്കാണ് പുറത്തു കൊടുക്കുന്നത്. അപ്പം ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തില്ല? മഗ്ഫിറത്തില്ല. അതുപോലെ വറജുലൻ കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ, തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും ഇടയിൽ ഷഹ്ന ഉണ്ടാകുക, വഴക്കും പിണക്കുമായിട്ട് ജീവിക്കുക, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുക. തൗഹീദൊക്കെ ഉണ്ട്, ശിർക്കൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പരസ്പരം എന്താണ്? യാതൊരു ഇണക്കമില്ല, എപ്പോഴും വഴക്കും പിണക്കുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യില്ല? മഗ്ഫിറത്ത് കൊടുക്കുകയില്ല. അല്ലാഹു തആല പറയും, അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അവർ ശരിയാകുമെന്ന് നോക്കാം, എന്നിട്ട് അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കാം എന്ന് പറയും. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്ക്. ശിർക്കിനെ പറഞ്ഞിട്ട് പിന്നെ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് പരസ്പരം പിണങ്ങിക്കഴിയുക എന്നുള്ളത്. അപ്പോൾ നിസ്സാര വിഷയമല്ല. നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും, ഞാൻ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്, അള്ളാഹ് എനിക്ക് പുറത്തു നിന്നിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും. പക്ഷെ ഇല്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്കിടയിൽ പിണക്കം അനുവദനീയമായത് ഏത് വിഷയത്തിൽ? എത്ര ദിവസം മാത്രമേ ഉള്ളൂ? 3 ദിവസം മാത്രമേ ഉള്ളൂ. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് അവസാനിപ്പിച്ചിരിക്കണം. അത്ര പോലും നീട്ടാൻ പാടില്ല എന്നുള്ളതാണ് പിണക്കത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ യൗമുൽ ഖമീസ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നമ്മുടെ നന്മകളും തിന്മകളും എല്ലാം, നമ്മൾ ചെയ്ത എല്ലാ അമലുകളും ഉയർത്തപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു തആല അവനോട് മഗ്ഫിറത്ത് ചോദിക്കുന്ന ആളുകൾക്കെല്ലാം മഗ്ഫിറത്ത് കൊടുക്കുന്നതാണ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹിക്മത്തി സിയാമിഹി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പെടുക്കുന്നതിനെ പറ്റി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ദാക യൗമാനി തുഅറദു ഫീഹിമൽ അഅമാലു അലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് അത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സായിമുൻ, നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതാണ് ഞാൻ അന്ന് നോമ്പെടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന അഅമാല ബനി ആദം, ബനു ആദമിൻ്റെ അമലുകൾ തുഅറദു കുല്ല ഖമീസി ലൈലത്തിൽ ജുമഅത്തി, വെള്ളിയാഴ്ച ദിവസത്തെ വ്യാഴാഴ്ച ദിവസത്തിൽ ഉയർത്തപ്പെടും. ഫലാ യുഖ്ബലു അമല ഖാത്തിഇർ റഹിം, ബന്ധം മുറിച്ചു കളഞ്ഞവൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ട് എങ്കിൽ ആ ബന്ധങ്ങളെ നമ്മൾ പുനഃസ്ഥാപിക്കൽ നിർബന്ധമാണെന്നർത്ഥം.
നമ്മളായിട്ട് പോയാൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ. അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് കാത്തിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മൂന്നാമത്തേത്, അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മൂന്നാമത്തെ സമയം ശഅബാൻ മാസത്തിലാണ്. നമ്മളിപ്പോൾ ആ മാസത്തിലുള്ളത്. ശഅബാൻ മാസത്തിൽ അള്ളാഹു തആല അമലുകൾ ഉയർത്തപ്പെടും. ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ കാണാം, ശഅബാൻ മാസത്തിലാണ് ഖിബില മാറ്റമുണ്ടായ മാസം. ഖിബില മാറ്റമുണ്ടായത് ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്ത് അവതരിച്ചത് ശഅബാൻ മാസത്തിലാണ്. പിന്നെ ഉള്ളത് ഒരു ഹദീസാണ്, വലം അറാക്ക തസൂമ മിൻ ഷഹ്രിൻ മിനശ്ശുഹൂരി മാ തസൂമ മിൻ ശഅബാൻ. ശഅബാൻ അല്ലാത്ത മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ കൂടുതൽ ശഅബാനിൽ താങ്കൾ കൂടുതൽ നോമ്പ് നോക്കുന്നതായി കാണുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ കാരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, വഹുവ ശഹ്റുൻ യുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണത്. അപ്പോൾ ആ മാസത്തിലുള്ള നോമ്പ് പിടിച്ച ദിവസങ്ങളിലൊക്കെ ആ മാസത്തിൽ അമലുകൾ ഉയർത്തപ്പെടും എന്നർത്ഥം. അപ്പോൾ അതാണ് ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 3 സന്ദർഭങ്ങളാണ് അമലുകൾ ഉയർത്തപ്പെടുന്ന സന്ദർഭങ്ങളായിട്ട് പറയുന്നത്. 4ാമത്തെ സന്ദർഭം ആണ് ഷഹ്റു റമദാൻ. ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയപ്പെട്ട ഏതെല്ലാം സമയങ്ങളുണ്ട് അതൊക്കെ സമയബന്ധിതമാണ്. ഇന്ന സമയത്ത് ചെയ്യും, ഇന്ന സമയത്ത് എന്നുള്ളതാണ്. പക്ഷേ ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഇവിടുന്ന് ഷഹ്റു റമദാൻ ഈ രാത്രി ആരംഭിച്ചാൽ ഷഹ്റു റമദാൻ അവസാനിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്തെ മുഴുവൻ സമയങ്ങളും മഗ്ഫിറത്തിൻ്റെ സമയമാണ്. അല്ലാഹ് പാപം പുറത്തു കൊടുക്കുന്ന സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അന്ന റജുലൈനി ഖദിമ അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, മുമ്പിൽ വന്നു. അങ്ങനെ അവർ വന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. 2 ആൾ ഒരുമിച്ചാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. വകാന അഹദുഹുമ അസദ്ദ ജിത്തിഹാദൻ മിൻ സാഹിബിഹി. അദ്ദേഹത്തിൻ്റെ മറ്റേ കൂട്ടുകാരനേക്കാൾ ഒരാൾ ജിഹാദ് ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അയാൾ അങ്ങനെ യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ അയാൾ ഷഹീദാവുകയും ചെയ്തു ആ ഒരു കൊല്ലം. അങ്ങനെ 2ാമത്തെയാൾ സുമ്മ തോഫിയ, പിന്നീട് മറ്റേയാൾ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് അയാൾ മരണപ്പെടുകയും ചെയ്തു. തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു ദിവസം ഉറക്കത്തിൽ ഈ 2 ആളുകളെയും സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആളുകൾ പോകുന്നത് ഞാനിങ്ങനെ കാണുകയാണ്. സ്വർഗത്തിലെ ആൾക്കാരിങ്ങനെ പോകുന്നത് കാണുമ്പോൾ ആ കൂട്ടത്തിൽ 2ാമത് മരിച്ച ആൾ, അതായത് ഷഹീദല്ല, അയാൾ സാധാരണ ഒരു മരണമാണ്. അയാൾ സ്വർഗത്തിൽ മറ്റേ ആളേക്കാൾ മുമ്പേ പ്രവേശിക്കുന്നതായി കണ്ടു. അവരുടെ സ്വപ്നം മാത്രമാണ്. അവർ കൂടുതൽ കാണുന്ന സ്വപ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കാരണം അവർ കൂടുതൽ ചിന്തിച്ച് നടക്കുന്നത് എന്താണ്? ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കൂടുതൽ എന്താണോ ചിന്തിച്ച് നടക്കുന്നത് അതായിരിക്കും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത്. അപ്പോൾ അവർ ഇത് ഇങ്ങനെ ചിന്തിച്ച് സ്വർഗവും നരകവും ഒക്കെ ചിന്തിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രംഗം കണ്ടപ്പോൾ അദ്ദേഹം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, നമ്മൾ ഇന്നാലിന ആളുകളെ പറ്റി പറയാറില്ല, 2 ആളുകളെ സംബന്ധിച്ച്. അതിൽ ഒരാൾ യുദ്ധത്തിൽ ഷഹീദായി, പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മറ്റേ ആൾ മരിച്ചത്. അപ്പോൾ ഞാൻ ഇന്നലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ യുദ്ധത്തിൽ ഷഹീദായ അയാൾ പതുക്കെയാണ് സ്വർഗത്തിൽ കയറിയത്, മറ്റേ ആൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചതായിട്ട് ഞാൻ കണ്ടു. അത് എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ് മഖത ഹാദാ ബഅദഹു സനതൻ. 2ാമത്തെയാൾ മറ്റേയാൾ മരണപ്പെട്ടു 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മരിച്ചത്? അബൂ തൽഹ പറഞ്ഞു, അതെ, 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിച്ചത്. വഅദ്റക റമദാന ഫസാമഹു.
അയാൾക്കൊരു റമദാൻ അയാൾ ജീവിക്കുകയും അതിലയാൾ നോമ്പെടുക്കുകയും ചെയ്തിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു അതെ ഉണ്ട്. വസല്ല കെത വകെത, റമദാനിലെ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചിട്ടില്ലേ? ഉണ്ട്. സുജൂദ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ ഫലമ്മ ബൈനഹുമ അബ്അദു മാ ബൈനസ്സമാഇ വൽ അർള്, അവർക്ക് രണ്ടാർക്കും ഇടയിൽ സ്വർഗപ്രവേശനത്തിന് ആകാശഭൂമികളുടെ ഇടയിലുള്ള സമയം വ്യത്യാസമുണ്ട്. അത്രയും പതുക്കെ മറ്റയാൾ കയറുള്ളൂ എന്നർത്ഥം. ഞാൻ ഈ ഹദീസ് ഇവിടെ വായിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റമദാൻ മാസത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന മഹാഭാഗ്യമാണ്. അതിനോളം വലിയ ഭാഗ്യമില്ല. കാരണം റമദാൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്കായി അത്ര കണ്ട് പ്രാധാന്യം കൊടുത്ത് അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്നൊരു മാസമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയ സമയം നമ്മളെപ്പോഴും പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട്. മിമ്പറിൽ കയറിയ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് എന്ത് ചെയ്തു? 3 പ്രാവശ്യം ആമീൻ പറഞ്ഞൊരു സമയം. മിമ്പറിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ ആമീൻ പറഞ്ഞു, പിന്നെയും ആമീൻ പറഞ്ഞു, പിന്നെയും ആമീൻ പറഞ്ഞു. ആ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞതിനെ സംബന്ധിച്ച് സഹാബികളോട് ചോദിച്ചപ്പോൾ അതിൽ ഒരു കാര്യം പറഞ്ഞത്, ഒരു പ്രാവശ്യത്തെ വിഷയം പറഞ്ഞത് എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്നു ഞാൻ മിമ്പറിൽ കയറിയപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു, അതിന് ആമീൻ പറയാൻ പറഞ്ഞു. അതിൽ മൂന്നാമത്തേത് മൻ അദ്റക മൻ അദ്റക ഷഹ്റ റമദാൻ, ഒരാൾക്ക് റമദാൻ മാസം ആസന്നമായി, റമദാൻ മാസം ആസന്നമായി, ഫമാത്ത, അങ്ങനെ റമദാൻ മാസത്തിൽ ജീവിച്ചു, അങ്ങനെ അവൻ മരണപ്പെടുകയും ചെയ്തു, ഫലം യുഗ്ഫർ ലഹു, അവന് മഗ്ഫിറത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു അവനെ വിദൂരതയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. ഞാൻ ആമീൻ പറഞ്ഞു. അപ്പം റമദാൻ വന്നിട്ട് അവന് മഗ്ഫിറത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ അവൻ ജീവിച്ചതിൽ എന്താ അർത്ഥം? കാരണം റമദാനിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു മനുഷ്യനും എവിടെ പോയാലും എങ്ങനെ ജീവിച്ചാലും അവൻ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ച് അള്ളാഹുവിലേക്ക് ഏതെങ്കിലും ഒരു അമൽ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു തആല അവനക്ക് മഗ്ഫിറത്ത് കൊടുക്കും. ചോദിക്കാൻ ഏത് അവസരം കിട്ടിയാലും മതി, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മഗ്ഫിറത്ത് നേടുക എന്നുള്ളതാണ് നമ്മുടെ റമദാൻ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. കാരണം നമ്മുടെ എല്ലാ ദിവസവും ഏത് നിമിഷവും അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ് റമദാനിൻ്റെ മുഴുവൻ സമയങ്ങളും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്താൽ, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് എന്തൊരു അമൽ ചെയ്താലും അതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു തആല അത്ര വിശാലമാണ് റമദാനിൻ്റെ ബാബുകളെന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ കൽബിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇറക്കി വെക്കാൻ നമുക്ക് കഴിയണം ഈ റമദാനിൽ. അപ്പം റമദാനിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം എന്താണ്? മഗ്ഫിറത്ത് കിട്ടുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് വേണ്ടി സ്വർഗത്തെ സംവിധാനിച്ചു. 7 ആകാശ ഭൂമികൾക്ക് വിശാലമായ സ്വർഗത്തെയാണ് സംവിധാനിച്ചത്. അതുപോലെ തന്നെ നരകത്തെയും സംവിധാനിച്ചു. പക്ഷേ ശപഥം ചെയ്ത് പിശാച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിശാച് ശപഥം ചെയ്ത് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമല് സ്വാലിഹാത്തുകൾ ചെയ്യാതെ മഗ്ഫിറത്ത് ലഭിക്കാതെ നരകത്തിൻ്റെ അവകാശികളായി തീരുക എന്നുള്ളതാണ് പിശാചിന് ലക്ഷ്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്നത് തൻ്റെ അടിമകൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണം എന്നുള്ളതാണ്, മഗ്ഫിറത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ചു, തൗഹീദിൻ്റെ ആളായി ജീവിച്ചു, അവനെ സംബന്ധിച്ചിടത്തോളം അമല് സ്വാലിഹാത്തുകൾ ചെയ്തു,
ഇതുണ്ടെങ്കിൽ അവന് സ്വർഗപ്രവേശനം എളുപ്പമാണ്, ഉറപ്പാണ്. തൗഹീദുണ്ട്, അമലു സ്വാലിഹാത്തുണ്ട് എങ്കിൽ അവന് സ്വർഗപ്രവേശനം എളുപ്പമായി. പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള തടസ്സം ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? തിന്മകൾ. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തു പോയ തിന്മകൾ മാത്രമാണ് തടസ്സം. ആ തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ, പുറത്തു കൊടുക്കാൻ അല്ലാഹു തആല ഒരുപാട് അവസരങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ തൗബ ചെയ്യുക, നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. അതുപോലെ തന്നെ മഗ്ഫിറത്ത് കൊടുക്കും എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ അതിൻ്റെ ഏറ്റവും എളുപ്പമായ മാർഗമാണ്. അള്ളാഹു പുറത്തു തരാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒന്നാമത് പറഞ്ഞത് തൗബ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ റമദാൻ, സാധാരണ റമദാനിലാണ് തൗബയെ ആളുകൾ മാറ്റിവെക്കാറ്. റമദാനിൽ തൗബ ചെയ്യുക അല്ല, റമദാന് മുമ്പാണ് ചെയ്യേണ്ടത്. റമദാനിൽ നമ്മൾ അമലു സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അള്ളാഹു മഗ്ഫിറത്ത് തന്ന്, പാപമോചനം തന്ന് നിൽക്കുന്ന അടിമയായിക്കൊണ്ട് വേണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ടാണല്ലോ ശഅബാൻ മാസത്തിൽ അള്ളാഹു തആല കൂടുതൽ മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് പറഞ്ഞത്. കാരണം റമദാനിലേക്ക് പ്രവേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ കണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ കൂടുതൽ അമലുകൾ അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ച് ഒന്നാമത് ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് മഗ്ഫിറത്ത് തേടാനുള്ള അവസരങ്ങളിലെ തൗബയ്ക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ 7 ആകാശങ്ങളെക്കാൾ വിശാലമായ, ഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിന് വേണ്ടി വേഗതയിൽ വരൂ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും നിങ്ങൾ വേഗത കാണിക്കൂ. മഗ്ഫിറത്തിലേക്ക് വേഗത കാണിക്കണം നമ്മൾ. ഇന്നിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം, ഞാൻ തൗബ ചെയ്യണം. തൗബ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ല തൗബ ചെയ്യുക എന്നുള്ളത്. അതിനൊരു സമയം നിശ്ചയിക്കേണ്ട, കാലം നിശ്ചയിക്കേണ്ട. ഒരാൾ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയുമോ? അയാൾ ഇതുവരെ ചെയ്ത അമലുകൾ, ആ അമലുകളിലെ എല്ലാ തിന്മകളെയും അയാൾ കഴുകുക എന്നർത്ഥം. എല്ലാ തിന്മകളും കഴുകുകയാണ്. ഇബ്ലീസിന് മനുഷ്യനോട് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു കാര്യമാണ് എന്ത് നമ്മൾ തൗബ ചെയ്യുക എന്നുള്ളത്. നമ്മൾ തൗബ, കാരണം അവൻ എമ്മാതിരി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവും അറിയോ? നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടാകും. ശിർക്കായിട്ടും ബിദ്അത്തായിട്ടും അതുപോലെ ഹറാമുകളായിട്ടും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് ഇവൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? തിന്മകളുടെ മുകളിൽ എത്തിച്ചേക്കുകയാണ്. ഒറ്റ തൗബ കൊണ്ട് എന്ത് ചെയ്യും? അതുവരെ ചെയ്തത് മുഴുവൻ പോകും, ഒന്നും അല്ലാണ്ടായി തീരും. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് നമ്മൾ തൗബ ചെയ്യുക എന്നുള്ളത്. ആ തൗബയെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിരിക്കുന്ന ഒരു വാക്യപ്രകാരമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താബ ഖബ്ല മൗതിഹി ബിസനത്തിൻ ഖബിലല്ലാഹു തൗബതഹു. ഒരാൾ മരണപ്പെടുന്നതിൻ്റെ 1 വർഷം മുമ്പ് തൗബ ചെയ്താൽ അള്ളാഹു അവൻ്റെ തൗബയെ അള്ളാഹു തആല സ്വീകരിക്കും. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സനത ലകസീറത്തുൻ. 1 വർഷം എന്നുള്ളത് കൂടുതലാണ്. മൻ താബ ഖബല മൗതിഹി ബിശഹ്രിൻ, മരണപ്പെടുന്നതിൻ്റെ 1 മാസം മുമ്പ് തൗബ ചെയ്താൽ ഖബിലല്ലാഹു തൗബതഹു, അവൻ്റെ തൗബയും അള്ളാഹു തആല സ്വീകരിക്കും. സുമ്മ ഖാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശഹ്റ ലകസീറുൻ, 1 മാസം എന്നുള്ളത് പിന്നെയും കൂടുതലാണ്. മൻ താബ ഖബല മൗതിഹി ബിജുമഅത്തിൻ ഖബിലല്ലാഹു തൗബതഹു. ഓരോ ജുമഅകളിലും ഒരാൾ തൗബ ചെയ്താൽ അള്ളാഹു അവൻ്റെ തൗബയും സ്വീകരിക്കും. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ജുമഅത ലകസീറുൻ, ജുമഅയും കൂടുതലാണ്.
മൻ താബ ഖബ്ല മൗതിഹി ബിയൗമിൻ, മരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ഒരാൾ തൗബ ചെയ്തു, ഖബില അല്ലാഹു തൗബതഹു, അല്ലാഹു ആ തൗബയെ സ്വീകരിക്കും. എന്നിട്ട് പറഞ്ഞു ഇന്ന യൗമൻ ലകസീറുൻ, ഒരു ദിവസം എന്നുള്ളതും കൂടുതലാണ്. മൻ താബ ഖബ്ല അൻ യുആയിന ഖബില അല്ലാഹു തൗബതഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ചെയ്താലും അല്ലാഹു തആല ആ തൗബയെ സ്വീകരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴാണ് മരിക്കുന്നറിയില്ലല്ലോ. നമ്മളിപ്പോഴാണ് മരിക്കണമെന്നറിയില്ല. നമുക്ക് തൗബ ചെയ്യണം എന്ന ശക്തമായ ചിന്ത വരുന്നൊരു സമയമുണ്ട്. ശക്തമായിട്ട് എനിക്കിപ്പോൾ തൗബ ചെയ്യണം എന്ന ചിന്ത വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്താണ്. അപ്പം നമുക്ക് തോന്നും എത്രയും പെട്ടെന്ന് തൗബ ചെയ്തേ പറ്റൂ എന്നിട്ട് തോന്നും. പക്ഷേ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. രണ്ട് സന്ദർഭങ്ങളിലുള്ള തൗബയെ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതിൽ ഒന്നാമത്തെ സന്ദർഭം ഇദാ ഹദറ അഹദഹുമുൽ മൗതു, മരണം ആസന്നമായി. ആ മരണം ആസന്നമായി റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിയ സമയത്ത് ഇന്നി തുബ്തുൽ ആൻ, ഞാൻ ഇപ്പോൾ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആ തൗബ സ്വീകരിക്കുകയില്ല. സൂറത്ത് നിസായിൽ അല്ലാഹു തആല പറഞ്ഞാണത്. ഒന്ന്. രണ്ടാമത്തേത് മൻ താബ ഖബ്ല അൻ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തൗബ ചെയ്താൽ ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കൂല. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ മരണമാണ്. അത് ഏത് സമയത്ത് എപ്പോൾ എന്ന് പറയാൻ കഴിയില്ല. റോട്ടും ഇറങ്ങുമ്പോൾ വണ്ടി ഇടിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഇശാ നിസ്കരിക്കാൻ നിന്ന ആൾ തൗബ ചെയ്തിട്ടാണ് പോണതെങ്കിലോ കഴിഞ്ഞ്. അപ്പോൾ തൗബ എന്നുള്ളത് നമുക്ക് സമയം നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. സമയം നിശ്ചയിക്കാതെ നാം നിർവഹിക്കേണ്ട ഒരു ഏറ്റവും നല്ല പ്രവർത്തനമാണ് തൗബ എന്നുള്ളത്. പക്ഷേ ആ തൗബയെ സംബന്ധിച്ച് 5 വിഷയങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഷർത്തുകളായിട്ട് അത്തൗബത്തുൻ നസുഹ്, തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നസുഹായ തൗബ എന്ന് പറഞ്ഞാൽ ഉദ്ദേശശുദ്ധി കറക്റ്റായ തൗബ നിങ്ങൾ ചെയ്യൂ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ തൗബയ്ക്ക് 5 നിബന്ധനകളുണ്ട്. അതിൽ ഒന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ല, ആരുടെയും സമ്മർദ്ദപ്രകാരമോ ഒരാളുടെയും താല്പര്യപ്രകാരമോ അല്ല ഞാൻ തൗബ ചെയ്യുന്നത്. അള്ളാഹുവിനോടുള്ള താല്പര്യം കൊണ്ട് ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം അത് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത്തേത് അൻ നദ്മു അലാ ഫിഅലിൽ മഅസിയത്തി, ആ ചെയ്ത പ്രവർത്തനത്തിൻ്റെ പേരിൽ നമുക്കൊരു മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകണം. നമ്മൾ ചെയ്ത ആ തെറ്റിനെ സംബന്ധിച്ച് ഒരു ഖേദം നമ്മുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാകണം. ഒരു വിഷമമില്ല, ഞാൻ ചെയ്തതിനെ പറ്റി എനിക്ക് യാതൊരു കുഴപ്പമില്ല, എന്നാലും ഒന്ന് ചെയ്തേക്കാം, തൗബ ചെയ്തേക്കാം എന്നല്ല. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവേ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയതാണ്, ഞാൻ തൗബ ചെയ്യണം. ഒരു ഖേദം മനസ്സിൻ്റെ ഉള്ളിൽ അതിനെ സംബന്ധിച്ചൊരു ഖേദം ഉണ്ടാകണം. മൂന്നാമത്തത്, ഖേദം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. തെറ്റിനെ നമ്മൾ തെറ്റായി കാണാൻ പഠിക്കണം. നിസ്സാരമായിട്ട് തെറ്റുകളെ കാണരുത്, ഹറാമുകളെ ഹറാമായി തന്നെ കാണണം. അതേപോലെ തന്നെ ബിദ്അത്തുകളെ ബിദ്അത്തായി തന്നെ കാണണം. തിന്മകൾക്ക് തിന്മകളുടേതായ ഗൗരവം നമ്മൾ കാണണം. അപ്പോഴേ അതിന് പറ്റിയൊരു വേദന നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത്തേത് അൽ ഇഖ്ലാഉ അനിൽ മഅസിയത്തി ഫൗറൻ, എത്രയും പെട്ടെന്ന് ആ തിന്മയിൽ നിന്ന് പിന്മാറണം, എങ്കിലേ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പലിശ സംബന്ധമായ കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കള്ളുടിച്ചുകൊണ്ടിരിക്കുകയാണ്, രാവിലെ കള്ളുടിക്കും, വൈകുന്നേരം തൗബ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ കള്ളുടിക്കും, പിന്നെ അന്ന് വൈകുന്നേരം തൗബ ചെയ്യും. അതല്ല, പറ്റൂല. ഹറാമായ പ്രവർത്തനമാണ് ചെയ്യുന്നത് എങ്കിൽ ആ ഹറാമിൽ നിന്ന് പിന്മാറണം. ഇപ്പോൾ ബിസിനസ്സിലൊക്കെ എന്നോട് ഒരാൾ മധ്യേ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ആ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാകാൻ കഴിയുന്നില്ല, ഞാൻ എങ്ങനെ തൗബ ചെയ്യേണ്ടതെന്ന്. അത് പറ്റൂലല്ലോ. ഹറാമിൽ നിന്ന് ഒഴിവായിട്ടേ എന്തുള്ളൂ,
ഒരു കിണർ, ആ കിണറ്റിൽ ഒരു നായ്ക്കുട്ടി വീണ് ചത്ത്, എന്നിട്ട് കിണറ്റിലെ വെള്ളം കോരി പറ്റിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, നായ്ക്കുട്ടിനെ എടുത്താൽ മതി കളയണം, ചത്ത ശവത്തെ എടുത്ത് കളയണ്ടേ, എന്നിട്ടെൻ്റെ വേണ്ടത് അത് പറ്റിക്കാൻ. അത് തന്നെയാണ്. അപ്പം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആ തിന്മകൾ പൂർണ്ണമായും നമ്മൾ അതിൽ നിന്ന് മുക്തമായിക്കൊണ്ട് വേണം നമ്മൾ തൗബയിലേക്ക് നീങ്ങാൻ. ഇതേ വിഷയത്തെ സംബന്ധിച്ച്, തൗബയെ സംബന്ധിച്ച് ഒരിക്കലും നമ്മുടെ പുളിക്കൽ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടപ്പോൾ ഒരു സാധാരണക്കാരനായ അയാൾ ഇങ്ങനെ നമ്മുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് നമ്മുടെ ആദർശത്തിലേക്ക് വന്നൊരു സാധാരണക്കാരനായ ആളാണ്. അയാളൊരു ബാങ്ക് ജോലിക്കാരനാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ബാങ്കിൽ ഇത് സംബന്ധമായ ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകളെല്ലാം പലിശ സംബന്ധമായ കാര്യമാണ്. ബാങ്ക് ടൈം കഴിഞ്ഞാലും എനിക്ക് അത് തന്നെയാണ് വർക്ക്. കാരണം അതിൻ്റെ IT വിങ്ങിൽപ്പെട്ട ആളാണ്. ഇതിൻ്റെ കൊടുക്കലും വാങ്ങലും, ഷെയർ പിടിക്കലും, ഓഹരി വാങ്ങലും, അപ്പുറം കൊടുക്കലും ഇപ്പുറം കൊടുക്കലും, നെറ്റിലാണ് അയാളുടെ പരിപാടി. അപ്പം ഞാൻ എങ്ങനെ തൗബ ചെയ്യും? നമുക്ക് പിന്നെ ഇപ്പം അയാൾക്കനുസരിച്ചിട്ട് തൗബ മാറ്റി വെക്കാൻ പറ്റുമോ? അയാളോട് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും മാറണം, എന്നിട്ട് അള്ളാഹിനോട് തൗബ ചെയ്യണം. ഇത് 4-5 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഈ യാത്രയിൽ സൗദിയിലേക്ക് പോയപ്പോൾ ഖത്തീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഖത്തീഫ് ഒരു കടലോര പ്രദേശമാണ്, മുക്കുവമ്മക്കരൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അവിടെ ജുമ കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചതിന് ശേഷം പോരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നല്ല താടിയൊക്കെ വെച്ചിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് അസ്സലാമു അലൈക്കും, മൗലവിക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അന്ന് പുളിക്കൽ വെച്ച് ഓർമ്മയുണ്ടോ, ഞാനിങ്ങനെ ബാങ്ക് ജോലിയൊക്കെ ചെയ്തിരുന്ന ആളാണ്. ഞാൻ ആ ജോലി അന്ന് രാജിവെച്ചു. ഇപ്പോൾ സീപോർട്ട് ഇവിടെ മറ്റേ ഫിഷ് ഐറ്റംസ് ഉണ്ടല്ലോ, കടൽ വിഭവങ്ങൾ, അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ മാനേജറാണ് എവിടെ, സൗദി അറേബ്യയിൽ. അയാൾ പറയാണ്, എനിക്ക് അവിടെ ഒരു മാസം കിട്ടിയിരുന്ന സാലറിയുടെ 3 ഇരട്ടി ഇവിടെ കിട്ടുന്നുണ്ട് സാലറി. ഫാമിലി അടക്കം അവിടെ സെറ്റിൽ ചെയ്തിരിക്കുക അയാൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നിസ്സാര വിഷയമായിട്ട് കാണും. നമ്മൾ ഒരു ഹറാമിൽ നിന്നും ഒഴിവാകാണ്. ആരെ ഭയന്നുകൊണ്ടാ? അള്ളാഹിനെ പേടിച്ചുകൊണ്ടാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്ക് പോലും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല അങ്ങനത്തെ പ്രവർത്തനം. ഞാനിത് സംസാരിക്കുമ്പോഴും പറയാൻ പറ്റില്ല അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മളിപ്പോൾ ആ മേഖലയിൽ അല്ലാത്തത് കൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ പറയുന്നത്. മഈശത്തിനെ പറ്റി ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗം എന്തായി പോകുമെന്നുള്ള ഭയത്തിൻ്റെ മേലിൽ നമ്മൾ ഹറാമിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. പക്ഷേ അള്ളാഹിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഹറാമിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുക്കുന്ന വഴികൾ തുറന്നു കൊടുക്കുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എഴുതി വെച്ച് മനസ്സിൽ സൂക്ഷിക്കേണ്ട ആയത്താണത്. വമൻ യത്തഖില്ലാഹ, അള്ളാഹുവിനെ ഒരാൾ സൂക്ഷിച്ചു, അള്ളാഹിനെ പേടിച്ച് ഹറാമിൽ നിന്നും മാറി, അവൻ്റെ മുമ്പിലുള്ള വഴി ഏതാണെന്ന് അവനക്കറിയില്ല, എങ്കിലും അവൻ എന്ത് ചെയ്തു, എനിക്ക് പടച്ചോൻ്റെ തൃപ്തി മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഹറാമിൽ നിന്നും മാറി നിന്നാൽ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവനൊരു വഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് ഉപജീവനം തുറന്നു കൊടുക്കും. അത് വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിന്മയിൽ നിന്ന്, ഏത് തിന്മയാണെങ്കിലും ആ തിന്മയിൽ നിന്ന് ഈ നിമിഷം, തൗബ ചെയ്യുന്ന നിമിഷം എന്ത് ചെയ്യണം? പൂർണ്ണമായും പിന്മാറി ഇനി അതിലേക്ക് പോകൂല എന്ന് തീരുമാനിക്കണം. 4-മത്തേത് അൽ അസ്മു അല്ലാ യഊദ ഇലാ തിൽകൽ മഅസിയത്തി ഫിൽ മുസ്തഖ്ബിലി, ആ ഒഴിവാക്കിയ തിന്മയിലേക്ക് ഇനി ഞാൻ ഒരിക്കലും മടങ്ങൂല എന്ന് അസ്മ് ചെയ്യുക, ദൃഢനിശ്ചയം ചെയ്യുക. ആ കൂട്ടത്തിൽ തിന്മയിൽ നിന്നും ഒഴിവാവുക എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. തെർക്കുക ഇൻകാനത്ത് ഫി ഫിഅലിൽ മുഹറം വബാദിറു ബിഫിഅലിഹ ഇൻകാനത്ത് തർക്ക് വാജിബ്. ഹറാമായ പ്രവർത്തനങ്ങളാണെങ്കിൽ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വ ഇൻകാനത്ത് ഫി ഹക്കി മഖ്ലൂഖിൻ, അത് മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് എങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ പിണക്കം, അതല്ലെങ്കിൽ ഒരാളെപ്പറ്റി നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ ഹക്ക് എൻ്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്, ഹക്ക് കാര്യങ്ങളൊക്കെ,
അവൻ്റെ സാമ്പത്തിക വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വല്ല കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്, ഒരാൾ കോടതി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ ആ കേസ് അങ്ങനെ ഇല്ലാണ്ടാകും, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ടത് വബാദിർ ബിത്തഖ്ലീസ് മിൻഹ, അവൻ്റെ അടുത്ത് പോയിട്ട് ഇത് അവനുമായിട്ട് രമ്യതയിലാക്കണം, ആ വിഷയം അവരായിട്ട് അവസാനിപ്പിക്കണം, എന്നിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. അതാണ് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലുള്ളത്. നാലാമത്തേതാണ് അത് ഇനി ഞാൻ ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല. അപ്പോൾ ചില ആൾക്കാർ ഇന്ന് നമ്മൾ തമ്മിലുള്ള എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞിരിക്കുന്നു, ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്ലിയറാക്കി പോയിട്ട് പിന്നെ തൗബയൊക്കെ ചെയ്തിട്ട് പിന്നെ വേറെ കേസ് കൊടുക്കാൻ പാടില്ല, അതിനു വേണ്ടി അത് പാടില്ല. പിന്നെ അത് പൂർണ്ണമായും വിട്ടേക്കുക. അഞ്ചാമത്തേത് അല്ലാ തക്കൂന തൗബത്തു ഖബ്ല ഫവാത്തി ഖബൂലിഹ, തൗബ സ്വീകരിക്കുന്ന സമയത്തിൻ്റെ മുമ്പായിരിക്കണം, സ്വീകരിക്കുന്ന സമയത്തിന് ശേഷം ആകാൻ പാടില്ല. നമ്മൾ പറഞ്ഞു 2 സമയം പറഞ്ഞു, ആ 2 സമയത്തിൻ്റെ മുമ്പായിരിക്കണം. ഇത്രയും നമ്മൾ ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല നമുക്ക് മഗ്ഫിറത്ത് തരുന്നത്. അപ്പോൾ തൗബ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അമലു സാലിഹാത്താണ്. അത് ഇന്ന് ഇശാ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ രാത്രി തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമുക്ക് ചെയ്യാം, നാളെ ഫജ്ർ നിസ്കരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അത് ഒരു നിമിഷം നേരത്തെ ആവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിൻ്റെ ക്വാളിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത്, റമദാനിൻ്റെ മുമ്പായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനമായ കാര്യമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, തൗബ നമ്മൾ ചെയ്തു പോയ തെറ്റ് നമുക്കറിയാം, അറിഞ്ഞ് ആ അറിവോടുകൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ പശ്ചാത്താപിച്ച് മടങ്ങുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തതായിട്ടൊന്നും നമുക്ക് ഉറപ്പില്ല, പക്ഷേ ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പൊറുക്കലിനെ തേടുന്നു എന്ന് ഉള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. അതിന് അള്ളാഹുവിലേക്ക് നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ അതിന് തുല്യമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടോ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, അതാണ് ഇസ്തിഗ്ഫാർ. ഒരുപാട് പ്രതിഫലാർഹമായ അമലായിട്ടാണ് ഇസ്തിഗ്ഫാറിനെ കാണുന്നത്. സൂറത്ത് നൂഹിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, അവൻ കൂടുതൽ ഗഫാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവനാണ്. എന്നിട്ട് അവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ ധാരാളമാക്കി തരും. അള്ളാഹു നമുക്ക് മഴ തരുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രധാനമായ കാരണം ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ ചെയ്യാത്ത ഒരു ജനതയുണ്ട് എങ്കിൽ അവിടെ മഴ കിട്ടുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആ മഴ അല്ലാഹു തആല കൊടുക്കുന്നത് മനുഷ്യരല്ലാത്ത ജീവികൾ നടത്തുന്ന ഇസ്തിഗ്ഫാറിൻ്റെ പേരിലാണ്. മനസ്സിലായില്ലേ? വയൽ അൻഹുമുൽ ലാഇനൂൻ എന്ന് അൽ ബഖറയിൽ പറയുന്നുണ്ട്. ശപിക്കുന്ന ആളുകളെയെല്ലാം അള്ളാഹു ശപിച്ചുകൊണ്ടിരിക്കും, ശപിക്കുന്നവരെല്ലാം ശപിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നിടത്ത് കാണാം തഖൂലുൽ ബഹായിമു, ബഹായിമുകൾ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ. മനുഷ്യൻ നടന്നു പോകുമ്പോൾ തിന്മ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാത്ത മനുഷ്യനെ കാണുമ്പോൾ കന്നുകാലികൾ പറയും, മുനിഅനൽ മത്ര ബിദുനൂബിക്കും, നീ കാരണമാണ് ഞങ്ങൾക്ക് മഴ കിട്ടാത്തതെന്ന് പറയും. കന്നുകാലികൾ പറയും പോലും, എടാ നീ കാരണമാണ് ഞങ്ങൾക്ക് മഴ കിട്ടാത്തത് എന്നുള്ളത്. ലൗലൽ ബഹായിമു ലം യുംതിറു, ജീവജാലങ്ങളില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു മഴ പോലും തരില്ലായിരുന്നു ഈ ഇസ്തിഗ്ഫാർ ചെയ്യാത്ത ജനത ഉണ്ട് എങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവത്തോടുണ്ട്. അപ്പം നമ്മൾ സത്യത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യാത്ത ആളുകൾ മഴ ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ അത് മറ്റുള്ള ജീവികൾക്ക് അള്ളാഹു കൊടുക്കുന്ന മഴയാണ് ആസ്വദിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സമയത്ത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുക, എല്ലായിടങ്ങളിലും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തമായിരിക്കണം. വെള്ളം പലയിടങ്ങളിലും വറ്റിക്കൊണ്ടിരിക്കുന്നു. വരൾച്ചയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിസ്സാരമല്ല വരൾച്ച വന്നാൽ.
നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നമ്മൾ ആരെങ്കിലും വരൾച്ചയെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. വരൾച്ചയെ നമ്മൾ ആരും അഭിമുഖീകരിച്ചിട്ടില്ല. വരൾച്ച വന്നാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. ഇന്ന് ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടും, അല്ലേ? വെള്ളം അഥവാ ടാപ്പിൽ വെള്ളം കിട്ടുന്നില്ല, ടാങ്കിൽ വെള്ളം തീർന്നാൽ കിണറ്റിൽ നിന്ന് കോരിയെടുക്കാനുണ്ടാവും. കിണറ്റിൽ നിന്നും കോരിയെടുക്കാനില്ല എങ്കിലോ എന്ന അവസ്ഥ ചിന്തിച്ച് നോക്കിയേ. ഈ ഒരു യാത്രയിൽ, ഞാൻ കഴിഞ്ഞൊരു യാത്രയിൽ എന്താണ് ഒരു പ്രദേശത്ത് പോയി. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു ഉൾപ്രദേശമാണ്, സൗദിയിൽ ഒരു ഉൾപ്രദേശമാണ്. യാത്രയിൽ ഇങ്ങനെ ഞാൻ ഒരു വഴി പാസ് ചെയ്തപ്പോൾ ഒരു ഗ്രാമം ക്രോസ് ചെയ്ത് പോയതാണ്. ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, ഒരു മലയാണ്. ആ മല ക്രോസ് ചെയ്ത് പോയത്. അവിടെ മുകളിൽ ഒരു വീട്ടിൽ ഒരു ഗ്രാമം തന്നെയാണ്, കുറേ ആൾക്കാരുണ്ട് അവിടെ, പല 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 വീടുകൾ. അപ്പം താഴെ നിന്ന് ഈ ടീമുകൾ, കുറേ ആണുങ്ങൾ വെള്ളവും കൊണ്ട് പോവുകയാണ്. അവർ വെള്ളം കൊണ്ടുപോകുന്ന ഒരാഴ്ചത്തേക്കുള്ള വെള്ളം അവർ ശേഖരിച്ച് വെക്കുക. ആ ഒരാഴ്ചത്തേക്കുള്ള വെള്ളം അവരവിടെ ശേഖരിച്ച് വെച്ചിട്ട് ഒരാഴ്ച അത് അവർ ഉപയോഗിക്കും. ഞങ്ങൾക്ക് കയറി കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടുത്തെ അവസ്ഥകൾ. പക്ഷെ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ അപ്പോൾ ദിവസം കുളിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ദിവസം കുളിയില്ല. ഞാൻ ദിവസം 2-3 പ്രാവശ്യം മേത്ത് വെള്ളം ഒഴിക്കുന്ന ആളാണ്. 2 പ്രാവശ്യം എന്തായാലും ഞാൻ കുളിക്കും. ഒരു ദിവസം കുളിക്കാതെ ജീവിക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ മലമൂത്ര വിസർജനത്തിൽ കക്കൂസിലൊക്കെ പോയാൽ ശുദ്ധിയാക്കുന്നത് എങ്ങനെയാണ്? ഇത്രയും കുറച്ച് അപ്പോൾ അവർ പറഞ്ഞ് കല്ലുകൊണ്ടാണ് ശുദ്ധിയാക്കുന്നത്. ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം അവർ കുളിക്കുള്ളൂ. ആ കുളി തന്നെ നമ്മളുടെ കണക്ക് പ്രകാരം ഒരു 1/2 ബക്കറ്റ് വെള്ളം, അതുകൊണ്ടാണ് കുളിക്കുന്നത്. കാരണം കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ കണക്കറിയാം, വെള്ളം കൊണ്ടുവരുന്ന ദൂരം ഞങ്ങൾക്കറിയാം. അവരെ കൃഷിയിടങ്ങളിൽ നിന്ന്, കൃഷിയിടം കുറേ ദൂരെയാണ്, അവിടെ നിന്നാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത് അവർ. പിന്നെ കുറേ രാഷ്ട്രീയപരമായ വിഷയങ്ങളാണ് സംസാരിച്ചത്, ഗവൺമെൻറ്റിൻ്റെ തിരിഞ്ഞു നോക്കാത്ത വിഷയങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് യഥേഷ്ടം വെള്ളം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഗൗരവം അറിയാതെ പോകുന്നത്. അള്ളാഹു പറഞ്ഞത് ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. ഇന്നഹു കാന ഗഫാറ, അവൻ കൂടുതൽ പുറത്തു തരുന്നവനാണ്. യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് മഴയെ ധാരാളമായി നിങ്ങൾക്ക് തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്തിലും സന്താനങ്ങളിലും വർധനവുണ്ടാക്കിത്തരും. വജന്നാത്തിൻ, തോട്ടങ്ങളിലും വർധനവുണ്ടാക്കിത്തരും. വയജല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് നദിയും തരും, നദിയും വെള്ളവും സൗകര്യങ്ങളൊക്കെ തരും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ മതി. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ തന്നെ നമ്മളുടെ ഒരു ഒട്ടുമുക്കാൽ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം ഉണ്ടാക്കിത്തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു മിനൽ ഇസ്തിഗ്ഫാരി വഹുവ സയ്യിദു വൽദി ആദം. ആദം സന്തതികളുടെ നേതാവ് ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. വഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, എല്ലാ പാപങ്ങളും മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി വൽ ലൈലതി അക്സറ മിൻ 70 മറ, 70ന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചെയ്യും. നമ്മൾ ചുരുങ്ങിയ പക്ഷം നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 3 പ്രാവശ്യം പറയുന്നു. അത് പോരാ. അത് എത്ര നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന് ആണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. വേറെ ഹദീസിലുണ്ട്, യാ അയ്യുഹന്നാസ് തൂബു ഇലാ റബ്ബിക്കും, നിങ്ങൾ റബ്ബിലേക്ക് തൗബ ചെയ്യൂ. ഫഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം തൗബ ചെയ്യുന്നുണ്ട് അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടാണോ?
അപ്പോൾ തെറ്റ് ചെയ്യാത്ത മഅ്സൂമാണ് നബി. എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല, സമയം കണക്കാക്കേണ്ട ആവശ്യമില്ല ഇസ്തിഗ്ഫാർ ചെയ്യാൻ. സ്ഥലം കണക്കാക്കേണ്ട ആവശ്യമില്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ല. കിടക്കണ ആൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങിപ്പോകും അല്ലേ? വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലോ. അസ്തഗ്ഫിറുല്ലാ അത് ശീലാക്കിയെടുത്ത് നോക്ക്. അത് ശീലമായാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ റമദാൻ്റെ മുന്നോടിയായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ 2 കാര്യങ്ങളാണ് തൗബ ചെയ്യലും ഇസ്തിഗ്ഫാർ ചെയ്യലും. ഇസ്തിഗ്ഫാറിൻ്റെ വാക്കുകളിൽ ചില വാക്കുകൾ നമുക്ക് ഒന്ന് പറയാം. അസ്തഗ്ഫിറുല്ലാ എന്ന് വേണമെങ്കിൽ പറയാം, റബ്ബി ഗഫിർലി എന്ന് പറയാം, അല്ലാഹുമ്മ ഗഫിർലി അത് പറയാം, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി പറയാം. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി കുല്ല ദംബിൻ എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഇസ്തിഗ്ഫാറിൻ്റെ വാക്കുകളായിട്ട് പറയാം. അതിൽ നമുക്ക് എളുപ്പമുള്ള പദം ഏതാണോ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറയുന്ന പദം ഏതാണോ അതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം. പറയുമ്പോൾ അതിൻ്റെ ആശയം നമ്മൾ അറിയണം. അസ്തഗ്ഫിറുല്ലാ എന്നതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്നാണ് അതിനർത്ഥം. അസ്തഗ്ഫിറുല്ലാ അതാണ് കുറച്ചും കൂടെ എളുപ്പമുള്ള പദം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോമ്പിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുക. റമദാനിന് മുമ്പ് നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കുക. പിന്നെ ഇനിയിപ്പോൾ നോമ്പ് സുന്നത്തിന് പ്രാധാന്യം ഇല്ല ഇനി. അതായത് ശഅബാൻ 15 കഴിഞ്ഞാൽ, പകുതി കഴിഞ്ഞാൽ സുന്നത്തായ നോമ്പിന് പ്രാധാന്യമില്ല. വ്യാഴവും തിങ്കളും അല്ലാതെ സുന്നത്ത നോമ്പിന് പ്രാധാന്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം കൊടുത്തിട്ടുമില്ല. നോമ്പിന് റമദാൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പ്രവാചകൻ താല്പര്യം കാണിച്ചതായിട്ട് കാണുന്നില്ല. ബാക്കിയുള്ള അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാനിൽ ഒരു ദിവസം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അന്ന് ആ ക്ലാസ്സിലുണ്ടാകും. അത് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമാണെന്നുള്ളതെന്ന് അറിയിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് പുനരാരംഭിക്കുന്നത്. എല്ലാ ആളുകളും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമുക്ക് വേണ്ടിയും ദുആ ചെയ്യണം. ഒരുപാട് വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങളല്ല എനിക്കുള്ളത്, പേഴ്സണൽ കാര്യങ്ങളല്ല, മറിച്ച് ദീനിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇൽമ് പ്രചരിപ്പിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി, അതിനൊക്കെ ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി എല്ലാ ആളുകളും ദുആ ചെയ്യുക. അള്ളാഹു ഖൈറിലാക്കുമാറാകട്ടെ. വരുന്ന ശനിയാഴ്ച നമ്മളുടെ മസ്ജിദ് കോൺഫറൻസ് പുത്തൻതാണിൽ വെച്ച് നടക്കുകയാണ്. പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാരവാഹികൾ, സെക്രട്ടറി, പ്രസിഡൻറ്റ് പോലെയുള്ള ഭാരവാഹികൾ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആ കോൺഫറൻസിൽ പങ്കെടുക്കണം എന്ന് ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഒരുപാട് ഇൽമിയായ വിഷയങ്ങൾ കഴിഞ്ഞ റമദാനിന് ശേഷം മുതൽ ഇതുവരെ ഞങ്ങൾ ചർച്ച ചെയ്തു. അള്ളാഹുവെ, അതിൽ വല്ല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. നിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, കൂടുതൽ അറിവുകൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമ് ലഭിക്കണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.